കണ്ണൂരിൽ വെറും 12 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി കൂടപ്പിറപ്പിനെ 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊല്ലുന്നുവെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം ഈ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ഇതിനു മുന്നേ അതിന് സ്നേഹം കിട്ടേണ്ട പ്രായത്തിൽ തന്നെ അടിച്ചു പിരിഞ്ഞു പോയ ആൾക്കാരാണ്. അച്ഛൻ പിന്നീട് മരണപ്പെടുന്നു, അമ്മയാണെങ്കിൽ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകുന്നു. ആ സമയത്ത് അതിന് സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്തവനാണ് ഈ പറയുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അനുജൻ എന്ന് പറയുന്നത്. ആ അനുജൻ്റെ കുഞ്ഞിനെയാണ് ഈ കുഞ്ഞ് കൊന്നു കളഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്, സ്നേഹം കൊടുത്തവൻ്റെ കയ്യിൽ തന്നെ നീ കടിച്ചല്ലോടി എന്നൊരു സംഭവം. പാൽ കൊടുത്ത കയ്യിൽ തന്നെ ഇവള് കടിച്ചല്ലോ, പാമ്പായി മാറിയല്ലോ എന്നൊരു സംഭവം. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു കുഞ്ഞിന് കിട്ടാതെ പോയ സംരക്ഷണം ഏറ്റെടുത്ത് കൊടുക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് അതിൻ്റെ മനസ്സിലേറ്റുപോയ മുറിവുകളെ മായ്ച്ചെടുക്കാനുള്ള കഴിവ് കൂടി അവർക്ക് വേണം. ആ സമയത്ത് അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അതുവരെ അതിന് കൊടുത്തുകൊണ്ടിരുന്ന പരിഗണനയും ബാക്കി കാര്യങ്ങളും മറ്റേ കുഞ്ഞിലേക്ക് മാത്രം ചുരുങ്ങുന്ന സമയത്ത് ആ കുഞ്ഞിൽ ഏൽക്കുന്ന മുറിവ് അതിന് ഭയങ്കരമായിരിക്കും. സ്വാഭാവികമായിട്ടും ആദ്യം മുതലേ ആ കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിലും രക്ഷിതാക്കൾക്ക് പലവർക്കും ഒരേ രക്ഷിതാക്കൾ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വർഷങ്ങൾക്ക് മുൻപേ എടുത്തിട്ടുള്ള എൻ്റെ വീട് അപ്പൂൻ്റെ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ട ചില കാര്യങ്ങളുടെ പുനരാവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പം എത്രയോ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ മുന്നിൽ കാണുന്നത്. ആ കുട്ടി ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷെ ആ കുട്ടിയെ അതിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഒരുപാട് മനുഷ്യരുടെ പങ്കും എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്.